ഹായ് എവരിവൺ, വെൽക്കം ടു ചാനൽ സ്വാസ്ഥ ഫുഡ്സ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കൊഴുക്കട്ടയാണ്. അപ്പോൾ സ്റ്റീമിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുമുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഗ്യാസിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇടിയപ്പം അപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്. ഞാനൊരു 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോടെ 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തോടെ 1/2 സ്പൂൺ ജീരകം ചതച്ചത് അല്ലെങ്കിൽ പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് 1.5 കപ്പ് തേങ്ങ ചിരകിയതാണ്. ഇനി ഇതിലൊരു 1/4 കപ്പ് ശർക്കര ചെയ്തിട്ട് കൊടുക്കാം. ഇതിന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ശർക്കരയും തേങ്ങയും കൂടെ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് തിളപ്പിക്കാൻ വെച്ചിരുന്ന വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതെടുക്കാം. ഇനി കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഇഡ്ഡലി പാത്രം ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തിളപ്പിച്ച വെള്ളത്തെ കുറച്ച് ഒഴിച്ചിട്ട് മാവ് കുഴച്ചെടുക്കാം. ഒരു സ്പൂണും കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ആദ്യം സ്പൂണും കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക. ചെറിയ ചൂട് പോയി കഴിയുമ്പോൾ ഇതിനകത്ത് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു 1.5 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല സോഫ്റ്റാണ്. ഇനി ഇതിന് കുറച്ച് ബോളാക്കി എടുക്കുക. ഇങ്ങനെ ചെറിയൊരു ബോളാക്കി ഇങ്ങനെ എടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഇങ്ങനെ ഒന്ന് ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങയും ശർക്കരയും കൂടി ഇതിൻ്റെ അകത്തിൽ ഫില്ല് ചെയ്യാം. ഇനി ഇതിങ്ങനെ നല്ലോണം ഒന്ന് ക്ലോസ് ചെയ്യുക. ഇത് നല്ലോണം ഒന്നിങ്ങനെ ബോളാക്കി എടുക്കുക. ഒന്ന് കാണാം ഇവിടെ. ഇപ്പം വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലൊരു തട്ടെടുത്ത് വെക്കാം. ഓരോന്നായിട്ട് തട്ടിലെടുത്ത് വെക്കാം. ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി കൊഴുക്കട്ടയെല്ലാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.